ഹായ് ഹലോ നമസ്കാരം. റിയൽ ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണല്ലോ നാടൻ വിഭവങ്ങൾ. അതുകൊണ്ട് ഇന്നത്തെ റെസിപ്പി നമ്മൾ തീർത്തും ഒരു നാടൻ വിഭവമാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്കിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മേഴ്സി ചേച്ചിയാണ്. ചേച്ചി എന്തുണ്ട് വിശേഷം? അപ്പൊ ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു നാടൻ വിഭവം എന്നല്ലേ ചേച്ചി? അതെ അതെ. എന്താ ചേച്ചി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ്. ഓക്കെ. അത്ര ഡ്രൈ ആയിട്ടല്ല, ഗ്രേവിയും അല്ല എന്നാ തീരെ ഡ്രൈയും അല്ല. നമ്മുടെ നാടൻ പെരട്ട്. റോസ്റ്റായിട്ട് നമ്മുടെ നാടൻ പെരട്ട്. ഓക്കെ ചേച്ചി. അപ്പം ചേച്ചി ഇപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാ? ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബീഫ് കുക്കറിൽ വെച്ചൊന്ന് വിസിലിടാൻ ശകലം മസാല, മുളക് പൊടി, മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഒരു 2 വിസിലടിച്ച് വെച്ചേക്കുവാണ്. ഇനി എൻ്റെ ബാക്കി 2 വിസിലടിച്ചു. അപ്പം അതിന് അത്രയും സമയം നമുക്ക് വേവിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ബീഫ് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടിയും ഉപ്പ് ആവശ്യത്തിന് ഇട്ടു വിസിലടിച്ച് വെച്ചിരിക്കുകയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടു. ഇതിപ്പോ എത്ര കിലോ ബീഫ് ഉണ്ട്? 1 കിലോ. 1 കിലോ ബീഫിന് ജസ്റ്റ് ആ ബീഫിന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള മസാല മാത്രമേ ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ളൂ. ബാക്കി മസാലകളെല്ലാം ഇനിയാണ് നമ്മൾ ചേർക്കുന്നത്. ശരി. അപ്പോൾ അത് അങ്ങനെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഇറച്ചിയിൽ അത് പിടിക്കാൻ. അപ്പോൾ ഇതിന് ഈ ബീഫ് നിങ്ങൾ വാങ്ങിക്കുമ്പോഴേ അതിന് ഒത്തിരി നെയ്യൊക്കെ ഒഴിവാക്കിയാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഒത്തിരി നെയ്യ് ചേർത്തിട്ടില്ല. പിന്നീട് ചെറിയ ഉള്ളിയാണ് ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം. സവാളക്കായിട്ട് നല്ലത് എപ്പോഴും ചെറിയ ഉള്ളി തന്നെയാണ്. പിന്നെ 1 കിലോ ബീഫിനാകുമ്പോൾ എത്ര? അതിപ്പോ ഞാനൊരു 250 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടും ചേർക്കരുത്. സവാള ചേർത്താൽ കുഴപ്പമില്ല, പക്ഷെ ചെറിയ ഉള്ളിയാണ് എപ്പോഴും ടേസ്റ്റ് ആയിട്ടുള്ളത്. മധുരമൊക്കെ ഉണ്ടാവും. ഞാൻ എപ്പോഴും ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല, പച്ചമുളക്, ബാക്കി പിന്നെ അതിന് ചേർക്കാനുള്ള മസാലകൾ എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കുന്നത്. ബീഫും മസാലകളെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. എല്ലാം നാടൻ ഐറ്റംസ് തന്നെയാണ്. വെളിച്ചെണ്ണ പോലും നമ്മൾ വീട്ടിൽ ഉണക്കി. ഇന്നത്തെ കാലത്തും വളരെ പ്രയാസമാണ് ഇങ്ങനെയൊക്കെ വീടുകളിൽ തന്നെ എല്ലാം ചെയ്തെടുക്കുന്ന. ഇത്രയും തിരക്കേറിയ ഒരു ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് തന്നെ വളരെ ഒരു പ്രയാസകരമാണ്. പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും അത് തന്നെയാണ് അല്ലേ? നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം ചെയ്തെടുക്കുന്ന. പുറത്തുനിന്ന് മേടിക്കുന്ന മസാലയിൽ അതും ഇതൊക്കെ ചേരുവകളൊക്കെ ചേരുന്നതുകൊണ്ട് ഞാൻ എല്ലാം വീട്ടിൽ തന്നെയാണ്. ഓക്കെ. പക്ഷെ അപ്പൊ നമ്മൾ ആ മസാല ഇട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ടേസ്റ്റിനെക്കാട്ടിലും നല്ല രുചി കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ നാടൻ ബീഫ് പെരട്ടിലേക്ക് പ്രവേശിക്കാം. വരൂ ചേച്ചി. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ. വെളിച്ചെണ്ണയ്ക്ക് അളവുണ്ടോ? അളവ് ഏകദേശം അനുസരിച്ച് നമുക്ക് ടേസ്റ്റോടെ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി കൂടുതൽ അധികം എടുക്കുന്നു. എപ്പോഴും കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. നാടൻ വിഭവങ്ങൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഈ എണ്ണ ചൂടായി വരുമ്പോൾ കടുകിടണം. ചേച്ചി ഇപ്പൊ ബീഫ് റോസ്റ്റ് അല്ലാതെ ചേച്ചി തന്നെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു? ഞാൻ കപ്സ ഉണ്ടാക്കും നല്ലപോലെ. പിന്നെ ചിക്കൻ വെച്ചുള്ള ഒരുമാതിരി എല്ലാം ഉണ്ടാക്കും. ചിക്കൻ പെരട്ട്, ചില്ലി ചിക്കൻ. കപ്സ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മണവും കിട്ടും. എല്ലാം അതേ സെയിം. ആ മസാല പൊടിയെല്ലാം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ മസാല, നമ്മുടെ കറി മസാലയുടെ മസാല അത് ചേർക്കാതെ അതിനകത്ത് പെരിഞ്ജീരകം, ഉള്ളി, മല്ലി, ഉണക്കമുളക്, കുരുമുളക്, ഇതെല്ലാം പെരിഞ്ജീരകം, അതിന് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വറുത്ത് പൊടിച്ചാണ് എടുക്കുന്നത്. ശരി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു മാസ്റ്റർ ഷെഫ് അങ്ങനെയൊന്നുമില്ല, അത്രയൊന്നും ആയിട്ടില്ല.
അല്ല എന്നാലും ഇത്രയൊക്കെ അറിവ് ഇങ്ങോട്ട് പറഞ്ഞു തരുമല്ലേ. കപ്സയൊക്കെ നമ്മൾ കടുകിട്ടു. ഹോട്ടലുകളിൽ നിന്നല്ലേ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് പിള്ളേർക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കടുകിട്ടു. അതെ, പിന്നെയുള്ള തലമുറയെങ്കിലും നല്ലൊരു എന്താ പറയുന്നത്, വീട്ടിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി വരട്ടെ. ഇത് തേങ്ങാക്കൊത്താണ്. ഇതും നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇടുന്നത് നമ്മൾ. ഓക്കെ, തേങ്ങാക്കൊത്ത് നല്ല ടേസ്റ്റ് അല്ലേ. ബീഫിൽ എപ്പോഴും ആ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ടു. ഓക്കെ, പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചുമന്ന് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. തേങ്ങാക്കൊത്തിന് അളവുണ്ടോ? അളവ് ഒരു അരമുറി തേങ്ങയായിട്ട് തേങ്ങ ഇടുന്നത് നല്ലതാണ്. ഒരു മുറി തേങ്ങ ചേർക്കാം. ചെറിയ തേങ്ങയൊക്കെ ആണെങ്കിൽ, വലുതാണെങ്കിൽ അത്രയും വേണ്ട. ഇതിപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവും. നല്ല ഗോൾഡൻ, ജസ്റ്റ് ഒന്ന് ചുമന്ന് വരണം. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയും കൂടെ ഒക്കെ ഇടുമ്പോഴത്തേനും ഗോൾഡൻ കളർ ആയിക്കോളും. സവാള അതിനകത്ത് ഒട്ടും ശകലം പോലും ചേർത്തില്ല. കൊച്ചുള്ളി മാത്രം ചേർത്ത് കഴിഞ്ഞാൽ മധുരം കുറയുമെന്നാണ് ചേച്ചി പറയുന്നത്. കൊച്ചുള്ളിക്കാണ് ടേസ്റ്റ്. സവാള ചേർത്ത് ഉണ്ടാക്കുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ടേസ്റ്റ് അല്ലേ. എനിക്ക് എപ്പോഴും ചെറിയ ഉള്ളിയാണ് ഇഷ്ടം. ഓക്കെ, നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു പരുവത്തിലാവാറായെന്ന് തോന്നുന്നല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് ചേച്ചി പഠിച്ചത്? സ്വന്തമായിട്ട് ഞാൻ ഒരു ഫുഡ് കഴിച്ചാൽ അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് രുചിച്ചറിഞ്ഞാണ്. എനിക്കിഷ്ടപ്പെടുന്ന ഫുഡ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കും. നമുക്ക് കഴിക്കുമ്പോൾ അറിയാലോ ഇതിനകത്ത് എന്തൊക്കെ ചേർന്നിട്ടുണ്ടെന്ന്. എനിക്ക് കിട്ടിയിട്ടില്ല, ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതേ പറഞ്ഞത്. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നു. ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത്. എത്ര ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ അളവ്? വെളുത്തുള്ളി ഒരു രണ്ട് ഇഞ്ചി, അതേപോലെ നല്ലൊരു കഷ്ണം. ഇത് നല്ലതായിട്ട് മൂക്കണോ? ഇത് ഇല്ല, ജസ്റ്റ് അതിന്റെ പച്ച മണം ഒന്ന് മാറിയാൽ മാത്രം മതി. അപ്പൊ നമ്മൾ തേങ്ങ കൊത്ത് ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയാണ് ഫസ്റ്റ്. എല്ലാവരും ഇടുന്നത് ചുമന്നുള്ളിയാണ്. ഞാൻ ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് മാറിയിട്ട് ഇടാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചമുളക് ഇട്ടു. ശരി, പച്ചമുളക് ഇടുമ്പോൾ അതിനനുസരിച്ചിട്ടേ പിന്നെ മുളക് പൊടി ഇടത്തുള്ളൂ. അത്രേ ഉള്ളൂ. സാധാരണ ഇതിനകത്ത് മുളക് പൊടിയേക്കാളും കൂടുതൽ കുരുമുളകാണോ ചേർക്കാറുള്ളത്? അങ്ങനെയില്ല, കുരുമുളക് അത്യാവശ്യം ചേർക്കും, എന്നാലും മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. നമുക്കത് എരിവൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഈ പച്ചമുളക് എരിയുള്ളതാണോ നമുക്ക് എടുക്കുമ്പോഴേ അറിയാൻ പറ്റുമല്ലോ നല്ല എരിയുള്ള മുളകാണോ എന്ന്. അപ്പം അതനുസരിച്ച് പിന്നെ നമ്മൾ ഞാൻ കരിയാപ്പിലയാണ്. എനിക്ക് കരിയാപ്പില അതിന് കൂടുതലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കരിയാപ്പിലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും. ഇത് നമ്മുടെ നാടൻ കരിയാപ്പില, മേടിക്കൊന്നുമല്ല. ശരി, എല്ലാം വീട്ടിൽ തന്നെ. ഇനി നമ്മൾ അവസാനം ഇടാനായിട്ട് മാറ്റി വെച്ചേക്കുക. ഗാർണിഷ് ചെയ്യാൻ അവസാനം ഒരു പച്ചമണം കിട്ടാനായിട്ട് നമ്മൾ ചുമന്നുള്ളി ഇടുന്നു. ഇറക്കാം. കൊച്ചുള്ളിയുടെ ഇനിയിപ്പോൾ അതെങ്ങനെയാണ് വഴറ്റി വരണ്ടേ? ഇത് അത്യാവശ്യം നല്ലോണം വഴലണം, നന്നായിട്ട് വഴലണം. അതായത് ആ ഉള്ളി വേവണം. കാരണം നമ്മൾ ബീഫ് ഓൾറെഡി ഒന്ന് വേവിച്ച് വെച്ചേക്കുവാണല്ലോ. അപ്പോൾ
നമ്മൾ ബീഫ് നേരത്തെ വേവിച്ച് വെക്കുന്നെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ഈ വേവ് കൂടിയതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ വേവിച്ച് വെക്കുന്നത്. ഇത്രയും സമയം നമ്മളിങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും അത്രയും സമയം എന്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പാടല്ല, അത്രയും സമയം കിട്ടി. അപ്പോൾ അതുകൊണ്ട് അന്ന് വേവിച്ചു. നേരത്തെ വേവിച്ച് ഫുള്ള് വേവായിട്ടില്ല. അപ്പോൾ അത് ഇതിനകത്ത് എല്ലാം പിടിച്ച് മസാലയൊക്കെ വീണ്ടും പിടിച്ച് വരുമ്പോഴത്തേക്ക് രണ്ട് വിസിലല്ലേ? 2 വിസിലൊക്കെ പിടിച്ചു. വെന്തിട്ടുണ്ട്. അത്യാവശ്യം ഇനി ഒന്ന് എടുത്താൽ മതി, അപ്പോഴത്തേനും ഓക്കെ ആവും. ഈ ബീഫിന്റെ കൂടെ എന്താ ചേച്ചി അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട്? ബീഫിന്റെ കൂടെ അപ്പം എടുക്കാം, കപ്പ ഇഷ്ടമുള്ളവർക്ക് കപ്പ എടുക്കാം. നമുക്കൊക്കെ ഇഷ്ടം കപ്പയും ബീഫും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പവും ബീഫും ഇഷ്ടമുള്ളവരുണ്ട്. ചേച്ചി കൂടുതലും ബീഫിനോട് അപ്പമാണോ പ്രിപ്പയർ ചെയ്യാറുള്ളത്? മക്കൾക്ക് ഇഷ്ടമുള്ളത് പോലെ. ശരി. പിള്ളേർക്ക് സാധാരണ ചേച്ചി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്താ പറഞ്ഞാൽ വെളിയിൽ നിന്നുള്ള ഫുഡ് കഴിക്കുന്നതിലും വീട്ടിലുള്ള ഫുഡ് കഴിക്കാനാണോ കൂടുതൽ താല്പര്യം? ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കാൻ വീട്ടിലുള്ള കഴിക്കാനാണ് നല്ലത്. പുറത്ത് പോയി കഴിച്ചിട്ട് വരുമ്പോൾ ആ മമ്മി ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടിയില്ല. ഇപ്പം നമ്മൾ ഏകദേശം ഉള്ളി നല്ലതുപോലെ വേണ്ടി നമ്മൾ അതിനകത്തോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ചാണ് ഇടുന്നത്. നമ്മൾ ഇറച്ചിക്ക് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉള്ളിയുടെ ഇതിന് വേണ്ടിയിട്ട് മാത്രം മസാല ഇട്ടു, ഉപ്പിട്ടു. ഇനി നമ്മൾ ബാക്കി മസാലകൾ ചേർക്കാം. കുരുമുളക് എത്രയായി ചേരുന്നത്? 1/2 ടീസ്പൂൺ. കാരണം ഇറച്ചിക്കകത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പം വീണ്ടും 1/2 ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ഇട്ടു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. നമ്മളിതിലേക്ക് മുളക് പൊടി ടേബിൾ സ്പൂൺ കണക്കാണ്. ടേബിൾ സ്പൂൺ. ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. മല്ലി 2 ടേബിൾ സ്പൂൺ. മുളകിനെക്കാട്ടിൽ എപ്പോഴും ബീഫിന് ഇച്ചിരി കൂടുതൽ നിൽക്കണം. ഇനി നമ്മളിതിനകത്ത് ഇടുന്നത് കറി മസാലയാണ്. നമ്മുടെ ഗരം മസാല നമ്മൾ പൊടിച്ച് വീട്ടിൽ പൊടിച്ചെടുക്കുന്ന, നമ്മൾ ഇറച്ചിക്കൂട്ട് വാങ്ങിച്ച് പൊടിച്ചെടുക്കുന്ന. ശരി. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഒരു ടീസ്പൂണോളം ചേർത്തു. 1.5 ടീസ്പൂൺ ചേർത്തു. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് എടുത്ത് അതിനകത്തോട്ടിടും. പിന്നെ അത് ശകലം വെള്ളമുണ്ട്. അതിനകത്ത് വെള്ളം നമ്മൾ കളഞ്ഞില്ല, അതുകൊണ്ടാണ് പറഞ്ഞ ശകലം, അത്രയും ലൂസായിട്ടല്ല. ഗരം മസാലയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇതിനി ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇത് നല്ലപോലെ ഒന്ന് ആ ഇറച്ചി നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി. നല്ലതുപോലെ വെള്ളം ഒന്ന് പിന്നെ ഇനി ഈ വെള്ളം പറ്റിച്ചെടുക്കണോ? വെള്ളമില്ല ഇതിനകത്ത്, ഒരു ശകലവും കൂടെ ഒന്ന്. കപ്പയൊക്കെ കഴിക്കാൻ ശകലം ഗ്രേവിയോടിരിക്കുന്നതാണ് നല്ലത്. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇളക്കി അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ആവാനും. ഓക്കെ. ഉപ്പ് കറക്റ്റായിരിക്കും, എന്നാലും നമ്മൾ ടേസ്റ്റ് നോക്കിക്കോളൂ. ഞാൻ തന്നെ നോക്കണം. ഉണ്ട്, കറക്റ്റല്ലേ?
ഉപ്പുണ്ട്, നല്ല എരിവുണ്ട്, നല്ല രുചി. കൂടുതലൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, നല്ല കറക്റ്റ് പരുവത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറെ കൂടെ ഡ്രൈ ആക്കി എടുക്കാം, പക്ഷെ നമുക്ക് അപ്പം ആയതുകൊണ്ട് ഇച്ചിരി ഗ്രേവി എടുക്കുന്നത് നല്ലത്. ഇച്ചിരി ബാക്കി വന്ന കരിയാപ്പിലയും കൂടെ. ഓക്കെ. ഒരു നല്ല മണം കിട്ടാൻ വേണ്ടി അതിന് അത് തന്നെ. ആ കുരുമുളകിൻ്റെ കേട്ടോ ആ രുചി, എരിവ് മുന്നിൽ നിൽക്കുന്നത്. നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിവിടെ. ഓക്കെ. അപ്പോൾ ടേസ്റ്റി കണ്ടിട്ട് പിന്നെ കഴിക്കാൻ പോകുമ്പോൾ ഇനി ഇപ്പോഴും ഇത് കറക്റ്റ് പരുവത്തിനായിട്ടിരിക്കുമോ? കറക്റ്റ് പരുവത്തിനായിട്ട്. ഇതിൻ്റെ കൂടെ എന്താ ചേച്ചി ഇതിൻ്റെ കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്? അപ്പം. അപ്പം ചേച്ചി ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അപ്പത്തിൻ്റെ ഇത് ഞാൻ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന അപ്പം. അത് നമുക്ക് തലേന്ന് അരച്ചൊന്നും വെക്കണ്ട. ഇപ്പം നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓ ശരി. അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ. നമ്മുടെ സാധാ അരിപ്പൊടി ഒരു 1.5 കപ്പ് അരിപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിപ്പിക്കുന്ന അരിപ്പൊടി. അതിൻ്റെ കൂടെ 1/2 കപ്പ് ചോറും 2 സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ അതിനകത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ്, ഉപ്പ് പാകത്തിന്. കൂടെ മിക്സിയിലിട്ടൊരു 30 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് അത് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിങ്ങെടുക്കണം. എടുത്തിട്ട് ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിരുന്നാൽ മതി. അത് കൊള്ളാലോ, നല്ലൊരു ഐഡിയ. സൂപ്പറാ. അത് പിന്നെ വേണമെങ്കിൽ നമ്മൾ അന്നേരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കാൻ നേരം എടുത്താൽ മതി. അത് ശരി. തലേ ദിവസം നമ്മൾ അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. പരിപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നു, അപ്പം പെട്ടെന്ന് ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ? എനിക്കൊരു പുതിയ അറിവാണ് കേട്ടോ. ഇൻസ്റ്റന്റ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റന്റ് അപ്പം. അതെ. പാലപ്പമാണോ അതോ നമ്മുടെ നമ്മുടെ അപ്പം? പാലപ്പം. ഇതിവിടെ റെഡിയായി. ഓക്കെ. അപ്പോൾ നമുക്ക് ആ പാലപ്പവും കൂടെ ചുട്ടെടുക്കാം അല്ലേ? മാവ് ചേച്ചി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ വേണം കുഴയ്ക്കാനായിട്ട്. ഓക്കെ. എന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ. അതെ അതെ. ഇപ്പൊ ചേച്ചി ഇന്ന് രാവിലെ പ്രിപ്പയർ ചെയ്താണ്? രാവിലെ പ്രിപ്പയർ ചെയ്ത് വരാം. അല്ല, മാവൊക്കെ നല്ല പൊങ്ങി നല്ലൊരു പരുവത്തിനിരിക്കുന്നത്. ഞാൻ അത് എടുത്ത് ചോദിക്കാം, കാരണം ഇൻസ്റ്റന്റ് ആയിട്ടൊക്കെ പാലപ്പം ചുടുവെന്ന് പറഞ്ഞാലേ നമുക്ക് തലേന്ന് വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചു, രാവിലെ അരപ്പ്, അതൊന്നും വേണ്ട, അന്നേരം ചെയ്യാവുന്ന അതേ ടേസ്റ്റിന് കിട്ടും. അതിലും നല്ല ടേസ്റ്റിൽ കിട്ടും. ബീഫിന് നല്ല മണം വരുന്നുണ്ട്. അപ്പം കൂടെ ആകുമ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ? ക്രിസ്മസ്, ഈസ്റ്റർ ഇതൊക്കെ അപ്പം ഈ ബീഫ് റോസ്റ്റിൽ തന്നെ ആയിരിക്കുമല്ലേ? അങ്ങനെ. ചേച്ചി, അപ്പോൾ ഈ അപ്പോഴേ നമ്മുടെ ഈ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തേങ്ങയൊക്കെ അരച്ചുണ്ടാക്കുന്ന അപ്പം ഇല്ലേ, അതിൻ്റെ സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് വരത്തില്ലേ? നല്ല മയവും കാണും. പുളിച്ചു പോകത്തൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ചേച്ചി എത്ര മണിക്ക് അരച്ചു വെച്ചു? ഇത് രാവിലെ ഞാനൊരു 8 മണിയായപ്പോൾ അരച്ചു വെച്ചു. അപ്പം അരമണിക്കൂർ കൊണ്ട് തന്നെ അരമണിക്കൂർ റെഡിയായി. പിന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഓക്കെ. ആവശ്യത്തിന് നമ്മളെടുത്ത് അരമണിക്കൂർ പുറത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേനും അത് ഓക്കെ ആവും. പിന്നെ ഫ്രിഡ്ജിൽ അതിൽ കൂടുതൽ സമയം എടുക്കും, ഫ്രിഡ്ജിൽ വെച്ചേക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ജസ്റ്റ് 10 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിന് ഇത്ര ഒരു മണം വരുന്നത്, നമ്മളൊരു കള്ളൊക്കെ ചേർത്തുണ്ടാക്കുന്ന അപ്പം ഇല്ല, അതാ ഈസ്റ്റിന്റെ മണമാണ് വരുന്നത്. ആണോ? നല്ല മണം വരുന്നുണ്ട്. ശരിക്കും നമ്മൾ മറ്റേ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ തന്നെയും ഈ ഒരു മണം കിട്ടാറില്ല. പക്ഷെ ഇത് നല്ല ആ ഒരു കള്ള് ചേർത്തൊരു മണം വരുന്നുണ്ട്. കൊള്ളാം. നല്ല കാണുമ്പോൾ തന്നെ അറിയാം.
നല്ല ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. ഈ 1.5 കപ്പ് അരി എന്ന് പറഞ്ഞില്ലേ, അത് എത്ര 1.5 കപ്പ് മാവ് അരിപ്പൊടി. ഓക്കെ ഓക്കെ. ആ അരിപ്പൊടി അത് എത്ര പേർക്ക് മാവ്, എത്ര പേർക്ക് അപ്പം ചൂടായിരിക്കും? ഒരു 7-8 എണ്ണം സുഖമായിട്ടുണ്ടാക്കും. 10 എണ്ണമൊക്കെ മാക്സിമം ഉണ്ടാക്കാം. ഇത് പുട്ടുപൊടിയാണോ? പുട്ടുപൊടിയല്ല, നമ്മൾ സാധാ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ, അപ്പോൾ അത് നൈസായിട്ടുള്ള പൊടിയായിരിക്കും എങ്കിലേ പറ്റത്തുള്ളൂ അല്ലേ? പുട്ടിൻ്റെ പൊടി കട്ടിയാവുമായിരിക്കും, അരഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ പാടായിരിക്കും. പുട്ടിന് നമുക്ക് എപ്പോൾ ഇച്ചിരി തരിയുള്ള അല്ലേ എടുക്കുന്നത്, നല്ലോണം പൊടിക്കുന്നു. ഇടിയപ്പത്തിൻ്റെ പൊടി. ഓ ശരി, ഓക്കെ. അപ്പം 1.5 കപ്പ് അരി, 1/2 കപ്പ് ചോറ്, പിന്നെ നമ്മൾ 2 സ്പൂൺ എണ്ണ, 2 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ ഈസ്റ്റ്, ഉപ്പ്, പഞ്ചസാര പാകത്തിന്. വെളിച്ചെണ്ണ ചേർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തിനാണ്? നമ്മൾ അതിനകത്ത് തേങ്ങ ചേർക്കുന്നില്ലല്ലോ, അപ്പം അതിൻ്റെ ഒരു സോഫ്റ്റ് കിട്ടാനായിട്ടും വെളിച്ചെണ്ണയുടെ തേങ്ങയുടെ ഒരു ടേസ്റ്റ് വരാനായിട്ടും ഒക്കെ. നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ വെളിച്ചെണ്ണ ചേർക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് തേങ്ങ അരച്ച് തലേദിവസം ഉണ്ടാക്കുന്നത്. ഇതാണ് ടേസ്റ്റ് ചെയ്ത് കൊള്ളാലോ ഇത്. അപ്പവും ബീഫും ഇതാണ് നമ്മുടെ മേഴ്സി ചേച്ചിയുടെ അപ്പവും ബീഫും. അപ്പമൊക്കെ കണ്ടിട്ട് നല്ല വെള്ള പൊട്ടപ്പനെ പോലെ ഇരിക്കുക. ഇനിയിപ്പം കഴിച്ചാൽ മതി. ചേച്ചി ഞാൻ ടേസ്റ്റ് ചെയ്യുവാണേ. എങ്ങനെയുണ്ട്? എന്ത് സോഫ്റ്റ് ചേച്ചി അപ്പം, ബീഫും അതുപോലെ തന്നെ. അപ്പം നല്ല പഞ്ഞി പോലെ ഇരിക്കുക കേട്ടോ. ഈ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തലേദിവസമൊക്കെ അരച്ച് വെച്ച് ഒരു അപ്പം എടുക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ആ ബീഫും അതിൻ്റെ ഉള്ളൊരു കോമ്പോ ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പവും ബീഫും സൂപ്പറാണ് കേട്ടോ. സൂപ്പറായിരിക്കുന്നു. താങ്ക് യു ചേച്ചി. ശരിക്കും ഈ അപ്പം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് ഒരു അരമണിക്കൂറിനകത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പാലപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട്. കാരണം അത്ര സോഫ്റ്റാണ് ഈ അപ്പം. ഒരു ശകലം പോലും കട്ടേന്ന് പറയാനില്ല. നമ്മൾ വായിലിട്ടാൽ അത് അലിഞ്ഞു പോവുക. അപ്പോൾ ചേച്ചി എങ്ങനെ ഇത് മൊത്തം ഞാൻ കൊണ്ടുപോവാണ്. അപ്പം തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും നഷ്ടമാവത്തില്ല. ഞാനാണ് പറയുന്നത്. ഈ അപ്പം നിങ്ങൾ എന്തുകൊണ്ടും ട്രൈ ചെയ്യണം. കാരണം ഇത്രയും തിരക്കേറിയ ഒരു ജീവിത ശൈലിയുള്ള നമുക്ക് അരമണിക്കൂറിനകത്തൊരു പാലപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അപ്പം ഏതൊരു ജോലിക്ക് പോകുന്നവർക്കായാലും സമയമില്ലാന്ന് എത്ര പറഞ്ഞാലും ശരി, ഇത് അരമണിക്കൂറിനകത്ത് ഒരു അപ്പം ഉണ്ടാക്കി എടുക്കാമെന്ന് ഒരു പ്രയാസവും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമാകത്തില്ല ഞാൻ പറയുന്നു. കാരണം അത്ര സോഫ്റ്റ് അപ്പമാണിത്. അപ്പം ഇന്നത്തെ ഈ ഒരു നാടൻ രുചി, ഈ ഒരു അപ്പവും ബീഫ് കറിയും സമ്മാനിച്ച മേഴ്സി ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. അറിവ് പകർന്നു തന്നതിനും ഒരുപാട് നന്ദി. അപ്പോൾ പ്രേക്ഷകരെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ഒരു പുതിയ എപ്പിസോഡുമായി പുതിയ വെറൈറ്റി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.